വിവാഹരേഖ അല്ലെങ്കിൽ മാരേജ് ലൈനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഹസ്തരേഖ ചെറുവിരലിന് ലിറ്റിൽ ഫിംഗർ അല്ലെങ്കിൽ താഴെ കൈയുടെ വശത്തായി കാണുന്ന ചെറുവരകളെയാണ് വിവാഹരേഖ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിവാഹരേഖ വഴി വിവാഹ ജീവിതം, പ്രണയബന്ധങ്ങളുടെ ഗുണമേന്മ എന്നിവ സൂചിപ്പിക്കുന്നത് ഈ രേഖ വഴി നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിവാഹരേഖ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുവിരലിന് താഴെയായിട്ടും കൈയുടെ വശത്ത് ഹൊറിസോണ്ടലായി കാണുന്ന ചെറിയ രേഖയാണ് നമ്മൾ വിവാഹരേഖ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതുപോലെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരികയാണെന്നുണ്ടെങ്കിലോ നമ്മുടെ സുതാര്യവും നേരായിട്ടുള്ള വരയാണെന്നുണ്ടെങ്കിൽ സ്ഥിരതയും സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുകയും നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു പാർട്ട്ണറെ കിട്ടുകയും ചെയ്യുന്നു. രണ്ടാമത്തെ നമ്മുടെ ചെറുവിരലിന് താഴെയായിട്ട് 2 രേഖകളുണ്ടെങ്കിലോ ഒന്നിലധികം പ്രണയബന്ധങ്ങൾ, ചിലർക്ക് സെക്കൻഡ് റിലേഷൻഷിപ്പിന് ഏറ്റവും കൂടുതൽ സാധ്യതയെന്നാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ചെറുവിരലിന് താഴെയായിട്ട് ഞാൻ ആരോ ചിഹ്നം ഇട്ടിരിക്കുന്ന ഈ ഭാഗത്ത് 2 സ്ട്രെയിറ്റ് ലൈനുകൾ കാണുന്നില്ലേ, അതുപോലെ ഈ വരകളെല്ലാം തന്നെ എങ്ങനെയാണ് കാണിക്കുന്നത്, വളഞ്ഞതോ താഴേക്ക് പോകുന്നോ വര. ബന്ധത്തിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്, സെപ്പറേഷൻ ചാൻസസ് ഒക്കെ ഒരുപാട് ഉടലെടുക്കുന്ന ഒന്നാണ് ഈ ചിഹ്നവിരലിൽ നമ്മുടെ ഏറ്റവും ചെറിയ വിരലിൽ താഴെയായിട്ട് ആരോചനം ഇട്ടിരിക്കുന്നു. അവിടെ ആ ലയം കണ്ടോ, അത് ചെറിയ വളഞ്ഞു പോകുന്നത് കണ്ടോ, അതിനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രോബ്ലംസ് സൃഷ്ടിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മുടെ നാലാമത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞൻ വിരലിൽ മുകളിലേക്ക് കയറുന്ന വര, ഇവിടെ നിന്നും ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും മുകളിലേക്ക് പോകുന്ന രേഖ വരികയാണെന്നുണ്ടെങ്കിൽ വൈകിയായിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ അല്ല വിവാഹം നടക്കുന്നതെന്നും കരിയറിന് ഇമ്പോർട്ടൻസ് അവർ കൂടുതലായിട്ട് കൊടുക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഒരു കർവ് ഷേപ്പ് പോലെ മുകളിലോട്ട് പോയി കഴിഞ്ഞാലുള്ള ലൈൻ. ഇനി അടുത്തതായിട്ട് ചെറിയ ഫ്രോക്ക് വിരൽ പോലെ പിരിഞ്ഞത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഡിവോഴ്സ്, സെപ്പറേഷനൊക്കെ ഒരുപാട് സാധ്യത. ഇമോഷണൽ ഡിസ്റ്റൻസ് ഉള്ളവരുടെ കയ്യിലായിരിക്കും ഇങ്ങനെ ഒരു കൈവിരൽ പോലൊക്കെ രേഖ ചിന്നിച്ചിതറി കിടക്കുന്ന അവസ്ഥയിലൊക്കെ സ്പ്ലിറ്റ് ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുമെന്ന് നമുക്ക് ഹസ്തരേഖ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി അടുത്തതായിട്ട് നല്ല ദൈർഘ്യമുള്ള വരയാണ് നമ്മുടെ ചിഹ്നവിരലിലുള്ളതെന്നുണ്ടെങ്കിൽ ദീർഘകാല ബന്ധങ്ങൾ, സ്ട്രോങ് ഇമോഷണൽ ബോണ്ടിങ് ഒക്കെയുള്ള ഒരു ടൈമിംഗ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് ലൈൻ വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വളരെ ചെറിയ രേഖയാണ്, ഇപ്പോൾ ആലോചന ഇട്ടിരിക്കുന്ന പോലെ വളരെ ചെറിയ രേഖയാണെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കുറവാണ്. അവർക്ക് കാഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അട്രാക്ഷൻ, ലവും മാത്രമേ അവർക്ക് അവരുടെ ഹസ്തരേഖയിലുള്ളതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഹസ്തരേഖയെക്കുറിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തരിക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.